ഈ പ്രകൃതി ഉൽപ്പത്തി ആകുന്നത് ക്വാളിറ്റിയിലൂടെയാണ്. ആദ്യത്തെ ക്വാളിറ്റി സത്വഗുണം, അത് ക്ലാരിറ്റി, ലൈറ്റ്, നോളജ് എന്ന് പറയുന്ന 3 ആസ്പെക്റ്റുകൾ ചേർന്നതിനാണ് സത്വഗുണം എന്ന് പറയുന്നത്. ആ സത്വഗുണത്തിൽ നിന്ന് രജോ ഗുണം ഉണ്ടാകുന്നു. രജോ ഗുണം വെച്ചാൽ പാഷൻ ടു മൂവ് ആൻഡ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഐഡിയയും അതിനെ തുറന്ന് മൂവ്മെൻ്റ് എങ്ങനെ നടത്തണം എന്നുള്ളത് അറിയാവുന്ന കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലമായി കാര്യങ്ങളൊക്കെ കുറച്ച് കമ്പൈൻ ചെയ്ത് ഹാർഡായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സോളിഡായിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാകാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൽ സ്റ്റേറ്റ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് എലമെൻറ്റ്സ് ഉണ്ടായത്. എലമെൻറ്റ്സിൻ്റെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. പഞ്ചഭൂതങ്ങളിൽ ആദ്യം ഇവോൾവ് ചെയ്ത ഭൂതം എന്ന് പറയുന്നത് ഈത്തറാണ്. ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നും പറയാനില്ല, ആകാശമൊന്നും ഇല്ലാത്തൊരു സമം. ആകാശത്തിൽ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 2 ഓബ്ജക്റ്റുകൾക്കിടയിലുള്ള സ്ഥലത്തിലാണ് സ്പേസ് എന്നത്. ആ 2 ഓബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സ്പേസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അൺമാനിഫെസ്റ്റായി കിടക്കുന്ന ഈ സംഗതിയിൽ എവിടെയോ വൈബ്രേഷൻ ഉണ്ടാകുകയോ സ്പേസ് ഓബ്ജക്റ്റുകൾ ഉണ്ടാകുകയോ ചെയ്തപ്പോഴത്തേക്കും, അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ വേവ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിന് ഇടയിൽ വരുന്ന സ്ഥലത്തിന് സ്പേസ് എന്ന് പറയും. അപ്പോൾ ഇതുണ്ടായപ്പോൾ അതോടൊപ്പം തന്നെ സ്പേസ് ഉണ്ടായി. സ്പേസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് ഈതർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈതർ എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഇല്ല എന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഭാവിച്ചു ഈതർ റെക്കഗ്നൈസ് ചെയ്തു. ഇതുവരെ ഈതർ ഇല്ല അതൊരു ഐഡിയ ആണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്തു. സയൻസ് അല്ല, എന്തെങ്കിലും ഡിവൈസുകൾ കാണും, അങ്ങനെ ഈതർ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഈതർ എന്ന് പറയുന്നത് ആ കണക്കിൽ സ്പേസ് പോലത്തെ സ്പേസാണ്. ആ സ്പേസിനകത്ത് മൂവ്മെൻ്റ് ഉണ്ടായി. ഈ പറഞ്ഞ മൂവ്മെൻ്റ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായി. അല്ലെങ്കിൽ അതിനൊരു പോസിബിലിറ്റി അതിൽ ഇൻഹറൻ്റായി വന്നു ചേർന്നു. മൂവ്മെൻ്റ് ആൻഡ് എക്സ്പാൻഷൻ, അതിനെയാണ് എയർ എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാണുന്ന കാറ്റൊന്നുമല്ല. ഒറിജിൻ്റെ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്, പഠിക്കുന്ന കാര്യമല്ല പറയുന്നത്. അപ്പം മൂവ്മെൻ്റ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ അവിടെ ഉണ്ടായി. അതിനെയാണ് എയർ എന്ന് പറയുന്നത്. ആ എയറിൻ്റെ ഐഡിയ ഉൽപ്പത്തി. ആ മൂവ്മെൻ്റ് ഉണ്ടായപ്പോൾ, അങ്ങനെ ഒരു വേവുള്ള മൂവ്മെൻ്റ് എന്തോ ഉണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അവിടെ ഒരു മൂവ്മെൻറ്റ്, ആ മൂവ്മെൻ്റ് ഉണ്ടായപ്പോൾ അതിൻ്റെ ഫലമായി ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും എന്ന് കണ്ടു. അങ്ങനെ ഉണ്ടായ ഹീറ്റ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമെങ്കിൽ അത് ഫയറായി മാറും. ആ ഫയർ ലൈറ്റാവും. അപ്പം ഈ ഹീറ്റ്, ഫയർ, ലൈറ്റ് എന്ന ഇത്രയും കാര്യങ്ങൾ ഫയറിനകത്ത് കിടക്കും. പിന്നെ ഫയറുണ്ടായി. പിന്നെ ഫയറിൽ നിന്ന്, ഫയർ എന്ന് പറയുന്നത് ചൂട് ആണ്. ആ ചൂടിൻ്റെ സപ്പോർട്ടോടുകൂടി ഈ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായി. ലൂസായിട്ട് പാക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായി. അതിനാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനാണ് വാട്ടർ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഉണ്ടായി വരുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഭൂമിയെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ടായി. ആ ലിക്വിഡ് സ്റ്റേറ്റിൽ അതിനെ വാട്ടർ എന്ന് പറഞ്ഞു, അതിനെ ജലം എന്ന് പറഞ്ഞു. പിന്നെ അത് കണ്ടൻസ് ചെയ്തിട്ട് ഒരു സോളിഡ് സ്റ്റേറ്റ് ഉണ്ടായി. ആ സോളിഡ് സ്റ്റേറ്റിനെ, അത് പ്രകൃതിയിൽ അങ്ങനെയാണല്ല. ആദ്യം ഗേഷ്യസായി കിടക്കുന്ന ഗേഷ്യസായി ഉണ്ടായ കാര്യം, പിന്നെ അത് കമ്പൈൻ ചെയ്തിട്ട് ആ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ഒരു തീഗോളം പോലെ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടായി. അത് പതുക്കെ സോളിഡിഫൈ ചെയ്ത് ഒരു മോൾട്ടൺ ലെവലിലേക്ക് വന്നു, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നു. ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് കണ്ടൻസ് ചെയ്ത് ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് വന്നു. ഇതാണ് ഈ ഈതർ എന്ന് പറയുന്നത്. എയർ വന്നു, എയറിൽ നിന്ന് ഫയർ വന്നു, ഫയറിൽ നിന്ന് ലിക്വിഡ് ഉണ്ടായി, വാട്ടർ ഉണ്ടായി, വാട്ടറിൽ നിന്ന് എർത്ത് ഉണ്ടായി. നമ്മൾ ഒരിക്കലും ഈ വാട്ടർ എന്ന് പറയുമ്പോൾ ഇതിനെ വാട്ടറായിട്ടല്ല എടുക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആ ലിക്വിഡ് സ്റ്റേറ്റിനെയാണ് വാട്ടർ എന്ന് പറയുന്നത് ഒറിജിനൽ വന്നത്. അങ്ങനെ വാട്ടർ ഉണ്ടായി. ഇനി ഈ ഉണ്ടായത് ആ ഐഡിയകളാണ് എല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ അതിൻ്റെ എന്തോ ഒരു ബേസിക് കമ്പോണൻസ് പോലെ ഒരു ഇതുണ്ടായി. അതിനെ ഇനി ഗ്ലാസിഫിക്കേഷൻ സംഭവിച്ചത് എങ്ങനെയാണെന്നാണ് കപില മഹർഷി പറയുന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ഈ ഓരോ എലമെൻറ്റിൻ്റെയും ഒരു പാക്കപ്പ് എലമെൻറ്റിൻ്റെ ഈതർ ഒരു പാക്കായിട്ട് ഇരിക്കുകയാണെന്ന് വയ്ക്കാം. ഗ്രാഫിക്കലായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി. എല്ലായിടത്തും കൂടെ ഉണ്ടായ കാര്യമാണ്. അതിനിങ്ങനൊന്നും വെക്കാൻ പറ്റില്ല. എങ്കിലും അത് അദ്ദേഹത്തിൻ്റെ സ്കീമിൽ അദ്ദേഹം പറഞ്ഞു,
ഈ ഹോൾ ഈതറിനെ ഒരു 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 ബോക്സ് പോലെ തന്നെ അവിടെ വെച്ചു. എയറിനെ അതേപോലെ തന്നെ മറ്റൊരു ഇതാക്കി വെച്ചു. പിന്നെ മൂന്നാമത് ഫയറിനെയും അതുപോലെ ഒരു പാക്കായിട്ട് വെച്ചു. പിന്നെ വാട്ടർ, എർത്ത്, അങ്ങനെ 5 പാക്കറ്റ്സ് ഉണ്ടായി. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഈ ലോകത്തുള്ള ഈ എല്ലാം അതിനകത്ത് ഉണ്ട്. ഇനി അത് തമ്മിൽ കമ്പൈൻ ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പം ഇരിക്കുന്ന ഈതറിനെ 2 ഡിവൈഡ് ചെയ്തു, 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ എയറിനെ 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഹാഫ്. പിന്നെ ഫയറിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, വാട്ടറും അങ്ങനെ, എർത്തും അങ്ങനെ. എന്നിട്ട് ഈ ഒരു ഹാഫ് അങ്ങനെ നിലനിർത്തി, തൊട്ടില്ലാതെ അതിലൊന്നും നടന്നില്ല. പക്ഷെ മറ്റേ ഹാഫ് 4 ഡിവൈഡ് ചെയ്തു. ആ 4 പറയുമ്പോൾ ടോട്ടലിൻ്റെ 8 അല്ലേ? ഹാഫിൻ്റെ 4 പറയുമ്പോൾ ടോട്ടലിൻ്റെ 8 ക്ലിയർ അല്ലേ? ആ 8 അപ്പോൾ ഈതർ എലമെൻറ്റിൻ്റെ ഹാഫിനെ എടുത്തിട്ട് എയർ എലമെൻറ്റിൻ്റെ അടുത്ത എലമെൻറ്റ് എൻ്റെ 1/8 എടുത്ത് അതിൻ്റെ കൂടെ ചേർത്തു. ഫയറിൻ്റെ 1/8 എടുത്ത് അതിൻ്റെ കൂടെ ചേർത്തു. വാട്ടറിൻ്റെ 1/8 എടുത്ത് അതിൻ്റെ കൂടെ ചേർത്തു. എർത്തിൻ്റെ 1/8 എടുത്ത് അതിൻ്റെ കൂടെ ചേർത്തപ്പോൾ ഇത് ഫുള്ളായി, ക്വാണ്ടിറ്റിയിൽ ഫുള്ളായി. പക്ഷേ അത് പ്യുവർ അല്ലാതായി മാറി. ഇതൊരു കമ്പൈൻഡ് സ്റ്റേറ്റാണ് ഉണ്ടായത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഈതർ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. പക്ഷേ അതിനകത്ത് ഡോമിനൻറ്റ് എന്ന് പറയുന്നത് ഈതറാണ്. 50% ഈതറാണ്. ഹാഫ് ഈതറും 1/8 മറ്റ് എലമെൻസും കൂടെ ചേർത്ത്. അപ്പോൾ അതിൻ്റെ നേച്ചർ അത് കാണിച്ചത് ഈതറാണെന്ന് കാണിച്ചെങ്കിലും അതിനകത്ത് ബാക്കിയെല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു. ആ പ്യുവർ സ്റ്റേറ്റ് അങ്ങ് മാറിയപ്പോൾ അത് ഗ്രോസിഫൈഡ് ആയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കാണപ്പെടുന്ന ഒരു എക്സ്പ്ലിസിറ്റ് ലെവലിലേക്ക് പോകും. അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ അല്ലാത്ത കാര്യങ്ങൾ കൂടെ ചേർന്ന് വന്നപ്പോഴാണ് അത് മറ്റൊരു ഫോമായിട്ട് കുറെ കൂടെ ഗ്രോസ് ലെവലിലേക്ക് വന്നു. അതേ കാര്യം തന്നെ എയറിൻ്റെ പകുതി എടുത്തു, ബാക്കി ഈതറിൻ്റെ, ഫയറിൻ്റെ, വാട്ടറിൻ്റെ, എർത്തിൻ്റെ 1/8 കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് അത് ഫുള്ളായി. പക്ഷേ അതിനകത്ത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർന്നതുകൊണ്ട് അതിൻ്റെ പ്യുവർ നേച്ചർ അങ്ങ് മാറി. പകരം അതിനകത്ത് വന്നത് ഈ കണ്ടാമിനേറ്റഡ് സ്റ്റേറ്റ് വന്നപ്പോൾ അത് ഗ്രോസ് അത് പ്രകാശിക്കാൻ തുടങ്ങി. അത് പ്രകാശിക്കാൻ വെച്ചാൽ അത് ഇങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ തുടങ്ങി. അതിൻ്റെ ഡോമിനൻ്റ് റേറ്റ് കാണിച്ചു. അപ്പോൾ എയറിൽ ഇപ്പോൾ കാണുന്ന എയറിനകത്ത് ഇതെല്ലാം ഉണ്ട്. ആകാശമുണ്ട്, ഫയറുണ്ട്, എയറുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പറയാൻ എങ്ങനെയാണ്. അതുപോലെ തന്നെ ഫയർ എടുത്തു, ഫയറിൻ്റെ ഹാഫ് എടുത്ത് മാറ്റി വെച്ചു, ബാക്കി എല്ലാത്തിൻ്റെയും 8 വീതം ഇതിൻ്റെ കൂടെ ചേർത്ത് അതിനെ ഫയർ ആക്കി വെച്ചു. വാട്ടറിൻ്റെ പകുതി എടുത്തു, അതിൻ്റെ കൂടെ ബാക്കി 4 എലമെൻറ്റിൻ്റെ കൂടെ ചേർത്ത് അതിനകത്ത് വാട്ടർ ഉണ്ടായി. അത് ഗ്രോസിഫൈ ആയി. അപ്പോൾ ആ ലിക്വിഡ് സ്റ്റേറ്റ് കാണാൻ തുടങ്ങി. പിന്നെ എർത്തിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഹാഫ് അത് വെച്ചു, ബാക്കി 1/8 അതിൻ്റെ കൂടെ ചേർത്തു. അങ്ങനെ എല്ലാത്തിനെയും അതിൻ്റെ ഒരു പ്യുവർ ഫോം മാറ്റി വേറൊരു ഫോമിലേക്ക് മാറ്റി. ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് അത് ഗ്ലാസിഫിക്കേഷൻ സംഭവിച്ചത്. അത് ടാഞ്ചിബിൾ ലെവലിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇത് പറഞ്ഞു, ഇതിനെയാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. ഇതൊരു വലിയ ടേമാണ് പഞ്ചീകരണം. 5 മിക്സിങ് ഇൻ 5 5 ആയിട്ട് എല്ലാത്തിൻ്റെ കണ്ടൻറ്റും കൂടെ വെച്ച് ഇതിനെ പഞ്ചീകരിച്ചെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഫോം എക്സ്പ്രസ്ഡായി. ഇനി ഈ എലമെൻ്റ് ഉണ്ടായപ്പോൾ എലമെൻ്റ് അവയർനെസ്സിൽ നിന്നാണ്, ഞാൻ പറഞ്ഞ സ്റ്റോറിയിൽ അവയർനെസ്സിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് അല്ലേ? അവയർനെസ്സിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതെന്താണെന്ന് ഉണ്ടായതെന്ന് അറിയട്ടെ. അപ്പോൾ അറിയുന്നതെങ്കിൽ ചുമ്മാ അങ്ങ് അറിയാൻ പറ്റില്ല. അറിയുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവില്ല. ആ ഐഡിയ ഫോർ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ നോളജ്. അപ്പോൾ അതും കൂടെ ആ ഇൻ്റലിജൻസ് ആലോചിക്കണം. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റും കൂടെ വേണം. ഇതുണ്ടാകുമ്പോൾ അറിയാനുള്ള ഇൻസ്ട്രുമെൻറ്റും കൂടെ അതിൻ്റെ കൂടെ വേണം. അപ്പം ഈതർ എലമെൻ്റ് ഉണ്ടായപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഐഡിയ എന്ന് പറയുന്നത് ഹിയറിങ്ങിലൂടെയാണ് ഇത് ഈതറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് അവർ പറയാൻ കാരണം പഴയ പ്രാചീന കാലമല്ലേ. ഇപ്പം ഞാൻ ഇവിടുന്ന് കൈകൊട്ടി, ഇവിടുന്ന് മരങ്ങളൊന്നുമില്ല,
അങ്ങ് അപ്പുറത്തെ വീട് ഒരു 90 മീറ്ററിന് അപ്പുറത്താണ്, അല്ലെങ്കിൽ ഒരു 20 മീറ്ററിന് അപ്പുറത്താണ്. ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ചേരം കഴിയുമ്പോൾ ആ സൗണ്ട് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് ആ സൗണ്ട് ഇങ്ങോട്ട് ഇടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറച്ചേരം മലയൊക്കെ ഉള്ളിടത്തോ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും അവിടെ അല്ലെങ്കിൽ മലയിൽ പ്രതിഫലിച്ച് തിരിച്ചു വരും. അപ്പോൾ സൗണ്ട് ട്രാവൽസ് ഇൻ സ്പേസ് എന്നുള്ളത് മനസ്സിലായി. ഈ സ്പേസിനെ കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ ആകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് സൗണ്ട് വെച്ചാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സൗണ്ടിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ ഐഡിയ അവിടെ ഉണ്ടാക്കിയാലേ ആ സാധനം വെച്ച് ആ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചു, അത് വെച്ചിട്ട് ബാക്കി ചെയ്യണം. അങ്ങനെ ഈ ഗീതറിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ഇങ്ങനെ ഉണ്ടായാലേ അത് പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഓർഗൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇയർ. അപ്പോൾ along with the evolution of ether, there came the idea of the creation of a sound recognizing device. അതുകൊണ്ടാണ് പറയുന്നത് ഈതറിൽ നിന്ന് ആണ് കാതുണ്ടായത്. സൗണ്ട് റെക്കഗ്നൈസിങ് എന്ന് പറയുന്ന ഹിയറിങ്. അപ്പോൾ സെൻസ് ഓഫ് ഹിയറിങ്ങും ഇയർ എന്ന് പറഞ്ഞ ഓർഗനിൻ്റെ ഐഡിയ അതിനകത്ത് കൺവെർട്ടഡായി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല, അതിൻ്റെ തിയറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. പിന്നെ എയർ എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടായതോട് കൂടി തന്നെ എയറിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് എയറിപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ലോജിക്ക് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കയ്യിൽ ഇങ്ങനെ കാറ്റടിച്ചു നോക്കിയാൽ കയ്യിൽ കാറ്റ് കൊണ്ട് കൊള്ളും, വേറെ കാറ്റ് മാറുമ്പോഴത്തേക്കും നമ്മൾ അറിയും കയ്യിൽ കാറ്റ് കൊടുക്കണം. അപ്പോൾ എയറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെൻസ് ഓഫ് ടച്ച് എന്ന് പറഞ്ഞ ഒരു ഐഡിയ വേണം. അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് സെൻസ് ഓഫ് ടച്ച് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ ആ ഓർഗൻ എങ്ങനെ ഉണ്ടാക്കണം, സ്കിന്നാണ് ഓർഗൻ, സെൻസ് ഓഫ് ടച്ച് ആണ് ഇതിൻ്റെ സംഭവം. അതിന് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഫയർ എലമെൻറ്റ് ഉണ്ടായപ്പോഴത്തേക്കും ഫയർ എലമെൻറ്റിൽ നിന്ന് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? ഹീറ്റ്, ഫയർ, ലൈറ്റ്, വിഷൻ. ഹീറ്റ് ഉണ്ടായി കുറച്ച് നേരം പഴുക്കുമ്പോഴത്തേക്ക് കാണുമ്പോൾ നമുക്കറിയാം. അതിന് പ്രകാശം എമിറ്റ് ചെയ്യുമ്പോൾ അവിടെ ചൂടാണെന്നറിയാം. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് വേണം, വിഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് സംഖ്യക്കാരൻ കണ്ടു. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഫയറിൽ നിന്നാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്ന സംഭവം വിഷനും ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വാട്ടറിൽ നിന്ന് സെൻസ് ഓഫ് ടേസ്റ്റ്, അതിലൊന്നും വെള്ളമൊന്നും ഇല്ലെങ്കിൽ ഏത് മധുരപലഹാരം എടുത്ത് വാങ്ങിക്കത്തിട്ട് മണ്ണ് പോലെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈർപ്പത്തിൻ്റെ അംശം കൊണ്ടാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ ടേസ്റ്റ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായപ്പോഴത്തേക്കും അതിന് വാട്ടർ എന്ന് പറഞ്ഞ എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ടങ്ങുണ്ടായി, ടേസ്റ്റ് ഉണ്ടായി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് അവസാനത്തെ പരിപാടി അതിന് എർത്ത് എലമെൻ്റാണ്. എർത്ത് സോളിഡായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സോളിഡായിട്ടുള്ള കാരണം അത് ഒരു കുറേ കൂടെ പ്രാക്ടിക്കലായിട്ടാണ് ആയിരിക്കണം അദ്ദേഹം ഇന്നത്തെ കോൺടാക്റ്റിൽ വെച്ചിട്ടായിരിക്കും ചിന്തിച്ചിരിക്കുന്നത്. അപ്പം ഈ സോളിഡായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് മനുഷ്യനായി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിനകത്തോട്ട് ആഹാരമാണ് സോളിഡായിട്ട് അകത്തോട്ട് നമ്മൾ ബോഡിക്കകത്തോട്ട് ഇതാക്കുന്നത്. അപ്പോൾ ഈ സോളിഡ് അകത്തേക്ക് പോകുന്ന കാര്യത്തിന് തിന്നാൻ കൊള്ളാമോ, കഴിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടല്ലേ കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഓർഗൻ മൂക്കിന് താഴെ വെച്ച് ഇല്ലെങ്കിൽ കുറച്ച് പ്രയാസമായിരുന്നു. കമ്മന്ന് കിടന്ന് മണപ്പിച്ചിട്ട് പിന്നെ വായിക്കാത്തോട്ട് അപ്പോൾ അത് തൊട്ട് താഴെ തന്നെ വെച്ചിരിക്കും. അകത്തോട്ട് പോകുമ്പോൾ തന്നെ മണമടിക്കും, കൂടുതലേക്ക് കളയും. അപ്പോൾ ഈ പറയുന്ന നോസ് എന്ന് പറയുന്നത് ഈ സോളിഡ് ആയിട്ടിരിക്കുന്ന നമ്മളിലേക്ക് ചേർക്കാനുള്ള സോളിഡിൻ്റെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കാര്യമായി മാറി. അതാണ് കപിലാമഹർഷി അങ്ങനെ സംഭവം. അപ്പോൾ എല്ലാ സെൻസുകളും ഉണ്ടായി. ഈ ഉണ്ടായ സെൻസുകൾ എല്ലാം സെൻസേഷൻസ് ക്യാരി ചെയ്ത് അകത്തേക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാം. ഈ ഡിവൈസൊക്കെ ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഡിവൈസിൽ കൂടെ ഈ സെൻസേഷൻ വന്നാൽ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. ആ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് അവിടെ ആവശ്യമാണ്. ആ യൂണിറ്റിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ മൈൻഡ് എന്ന് പറയുന്നത്, മനസ്സ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഇൻഫർമേഷൻ എടുത്തിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഐഡിയ കൂടെ എല്ലാം പ്ലാൻ ചെയ്യാം. യൂണിവേഴ്സിൻ്റെ പ്ലാനിങ് ആയിട്ടാണ് കാണാൻ.
അപ്പോൾ അത് ആ ഇൻസ്ട്രുമെൻറ്റും ആയി. അപ്പോൾ പിന്നെ ഇനി വന്ന കാര്യങ്ങളൊക്കെ ഇതിനെ പിടിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിലേക്ക് എല്ലാ ഇൻപുട്ടും വന്നു കഴിഞ്ഞപ്പോൾ അതിന് അങ്ങനെ ചുമ്മാ അങ്ങ് ഇൻപുട്ട് വന്നെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അനലിറ്റിക്കൽ പ്രോഗ്രാം അവിടെ വെച്ചു. ഇത് അനലൈസ് ചെയ്യുക. അപ്പോൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഡാറ്റ വേണം. ആ ഡാറ്റ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ആ ഡാറ്റ ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യാമെന്നുള്ള എല്ലാ ഇൻഫോർമേഷൻ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഈ റെക്കഗ്നിഷൻ പോസിബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് ആ മെമ്മറിയുടെ പ്ലാനെല്ലാം ചെയ്തു വെച്ചു. അതങ്ങനെ വ്യക്തമായി അദ്ദേഹം പറയുന്നില്ല. അത് മൈൻഡിൻ്റെ പാർട്ടായിട്ട് മെമ്മറി ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതിന് അനലിറ്റിക്കൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇനി അനലിറ്റിക്കൽ പ്രോഗ്രാം കൊണ്ട് മാത്രം മനസ്സിലാവില്ല. അപ്പോൾ അതിനകത്ത് ജഡ്ജ്മെൻ്റ് എടുക്കുന്ന ഒരു സ്കില്ല് അതിനകത്ത് വെച്ചെങ്കിൽ ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റും. കൊള്ളാമോ ഉള്ളില്ല, നല്ലതാണോ ചീത്തയാണോ, റൈറ്റേഴ്സ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റ് വേണം, ഒരു ഇന്നർ ഇൻസ്ട്രുമെൻ്റ് വേണം. അപ്പോൾ ആ ഇന്നർ ഇൻസ്ട്രുമെൻ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻ്റലക്ട് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം അതും പ്ലാനിങ്ങിൽ റെഡിയായി, ബുദ്ധിയായി. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്താൽ എന്താണ് കാര്യം? അപ്പോൾ ഈ ഒരു സന്തോഷം, സങ്കടത്തിൽ ഇരിക്കുന്ന ആളെന്ന് എങ്ങനെ സങ്കട നിവാരണം എന്നാണ് ആലോചിച്ചത്. അപ്പോൾ അപ്പോൾ ഇയാൾക്ക് ഇത് അറിയുമ്പോൾ ഒരു സന്തോഷം. ഇത് ചക്കരയാണെന്ന് തോന്നിച്ചപ്പോഴത്തേക്ക് കൊള്ളാമെന്ന് മനസ്സിലായി. കണ്ടപ്പോഴേ വായിൽ വെള്ളം കൂടി. കാരണം ഈ ഇൻഫർമേഷൻ അവിടെ കിടക്കും. ആ ഇൻഫർമേഷൻ എടുത്തിട്ട് ഇയാൾക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി. ആ ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്ത് വരുമ്പോൾ ഇയാൾക്ക് പ്രഷർ വന്നു. സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ദുഃഖം വന്നാൽ അറിയണം തിരിച്ച്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇന്നർ ഇൻസ്ട്രുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാധനം. അത് പെട്ടെന്ന് ചിരിക്കുമ്പോൾ സന്തോഷം പെട്ടെന്ന് വരും, അല്ലെങ്കിൽ സങ്കടം വരും. ഈ രണ്ട് കാര്യം നമ്മളുടെ എടുത്തു. നമ്മൾ ഈ അഹങ്കാരം എന്ന് പറയുന്നത് വേറെ ഒന്നും നമ്മൾ ആടിച്ചിട്ട് ഞാൻ ശരിയായിട്ട് വരും എന്ന് അതല്ല ഈ ഇൻസ്ട്രുമെൻ്റ്. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനും ദുഃഖിക്കാനും ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടെ വരും. അപ്പോൾ ദുഃഖം ഇല്ലെങ്കിൽ അവന് മനസ്സിലാവില്ല, ഏതാവത്തിൽ ചെന്നിച്ചാവും. അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി സന്തോഷിക്കാനുള്ള പോസിബിലിറ്റിയായി, സങ്കടപ്പെടാനുള്ള പോസിബിലിറ്റിയായി വലിയ ഡീപ്പായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോഴേ ഇയാൾ ആലോചിച്ചു ഇനിയിപ്പോൾ അപ്പോൾ പറഞ്ഞാൽ അതിന് അങ്ങോട്ടാണ് ആകുന്നില്ല, സന്തോഷിക്കുന്ന പോലല്ല. അപ്പം അതൊക്കെ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിനെ ഉണ്ടാക്കി വെച്ചു. ആ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുമ്പോൾ ഇത് കൊള്ളാമെന്ന് ഞാൻ അതറിഞ്ഞാണെന്ന് വിളിക്കുന്നത്. എനിക്കതറിയാം പറയുമ്പോൾ കുറച്ചുകൂടി സന്തോഷം ബൂസ്റ്റ് ചെയ്ത് വരും. ഞാൻ അത് കണ്ടുപിടിച്ച നീ പറയും പോലെ അല്ലടെ എനിക്കറിയാമെന്ന് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു സുഖം. അപ്പോൾ അങ്ങനെ ഒരു ഡീപ്പർ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി. ഇതിനാണ് ഐഡൻറ്റിഫൈഡ് സെൽഫ് എന്ന്. നമ്മൾ എന്തെങ്കിലും അനുഭവിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യം പുസ്തകമൊക്കെ വായിച്ച് കഴിയുമ്പോൾ എനിക്കതറിയാം, നിനക്ക് അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ എനിക്കറിയാമെന്ന് പറയുന്നതിൽ മാത്രം നിനക്ക് അറിഞ്ഞൂടാന്നും കൂടെ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ പറയാമല്ലോ. അങ്ങനെ അതിനകത്തുള്ള ഡീപ്പർ ഡിവൈസിനെ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇങ്ങനൊരു പോസിബിലിറ്റി കൂടെ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ ഐഡൻറ്റിഫൈഡ് സെൽഫ് എന്ന് പറയുന്നത്. ചിത്ത് എന്ന് പറയുന്നത് മനോബുദ്ധി അഹങ്കാര ചിത്തം. മനോബുദ്ധി അഹങ്കാര ചിത്തം അതാണ് ശങ്കരാചാര്യ. ഞാൻ ഒന്നും അല്ലാന്ന് പറഞ്ഞ കൂട്ടത്തിൽ എങ്ങനെ ഇതും പറയാം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാമ. ഇതൊന്നും അല്ല ഞാനെന്ന. അതിനപ്പുറത്ത് നിൽക്കുന്ന വേറെന്തോ ആണെന്ന്. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയപ്പോൾ പ്ലാനിൻ്റെ കറക്റ്റായി. ഇനി എന്ത് വന്നാലും അറിയിക്കാവും ഈ ഐഡൻറ്റിഫൈഡ് സെൽഫാണെന്ന് അതുവരെ എത്തിച്ചു വരും. എന്നാൽ ഇതിന് പുറത്ത് നിൽക്കുന്നതായിരുന്നു ആ ശൂന്യത. അതിൻ്റെ പുറത്ത് എങ്ങനെ നിൽക്കാം, ഒന്നും ചെയ്യാതെ സമാധാനമായിട്ടിരിക്കാം. ഇത്രയും കാര്യം മനസ്സിലായ ഇതല്ല സത്യം, ഇത് വരികയും പോവുകയും ചെയ്യുന്നതാണ്. എപ്പോഴും നിൽക്കുന്ന ഒരു സത്യം എൻ്റെ പുറകിൽ കിടപ്പുണ്ട്, അത് പുരുഷനാണ്. അപ്പം എന്നാൽ അന്നെ പുരുഷനായിട്ട് അങ്ങ് ഇരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നത് യോഗസംഖ്യ. ഇതാണ് പതഞ്ജലി വന്നപ്പോൾ കൊണ്ടുവന്ന ഐഡിയ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. പതഞ്ജലി അവിടെ എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം ഇത്രയൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ആളാണ്. അണ്ണൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആടിൻ്റെ അടുത്തെന്ത് പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അതിൽ ചുമ്മാ അവിടെ ഇരുന്നാൽ പോലെ
സാക്ഷിയായിട്ടൊക്കെ നിന്നാൽ പോരെ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ചിത്തവൃത്തി നിരോധം യോഗം തഥാ ദ്രഷ്ടുസ്വരൂപേ അവസ്ഥാനം. When you are with the seer, you remain as the seer. Seer എന്ന് പറഞ്ഞാൽ മറ്റേ ആളാണ്, പുരുഷനാണ്, സാങ്കേയല്ല, യോഗത്തിൽ വന്നത് സാക്ഷിയാണ്. അപ്പം തഥാ ദൃഷ്ടുസ്വരൂപേ അവസ്ഥാനം, എപ്പോഴും സീയറായിട്ട് തന്നെ അങ്ങനെ നിൽക്കാം. ഇനി അങ്ങനെ നിന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? തഥാ ദൃഷ്ടുസ്വരൂപേ അവസ്ഥാനം എന്ന് പറഞ്ഞു. അറ്റ് അതർ ടൈംസ് എന്താണ് സംഭവിക്കുന്നത്? ഈ മൈൻഡിൻ്റെ ഈ ഡിവൈസിൻ്റെ ഈ പ്രവർത്തനത്തിനകത്ത് ഐഡൻറ്റിഫൈഡ് ആയിട്ട് അവിടെ നിന്നും കുറവുണ്ടാകും. ആ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം മോശമാണെങ്കിൽ മതി, മോശമില്ലെങ്കിൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നോ, ഒരു പ്രയാസമില്ല. കുറേ കാലം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ കിടന്നുറങ്ങി. ഇല്ല, കാലിപ്പോൾ ഏത് ബോട്ടിൽ നിൽക്കണം, രണ്ട് വെള്ളത്തിലിട്ട് ചവിട്ടി നിൽക്കുക, എന്താണെന്ന് അറിയില്ല. അപ്പം ഇത് കാണാൻ ഒരു പ്രയാസമില്ല. ആക്ച്വലി ഈ ഇൻ്റലക്ച്വലായിട്ടല്ല, അല്ലാതെ തന്നെ ഇൻ്റലക്ച്വലായിട്ടല്ല. നമ്മൾ അകത്തോട്ട് നോക്കിയ ഒരു ഇൻ്റലക്റ്റും ഇല്ല അവിടെ. ചുമ്മാ ഇത് ഡയറക്റ്റായിട്ട് കാണാം. നമ്മൾ നോക്കിയത് അകത്തോട്ട് ഡയറക്റ്റായിട്ട് കാണാം, കണ്ടൂടെ? ഈ നമ്മൾ നോക്കില്ലേ കാണുന്നില്ല. നമ്മൾ മൈൻഡ് പ്രവർത്തിക്കും. നമ്മൾ മൈൻഡിൻ്റെ പ്രവർത്തനം അതല്ല കാണുന്നത്. നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് അധിക്ഷേപിച്ചിട്ട് പോയി, ആരോ വന്നു, ഒരു ഭ്രാന്തനാണ്, ഇങ്ങനെ വഴിയെ പോയി നോക്കിയപ്പോൾ ഒരാളിനെ വെച്ച് പറഞ്ഞു, ഇതേ വലിയ ഞാൻ കൂടി ചാമ്യാണല്ലേ എന്നാൽ നിങ്ങളുടെ മുമ്പ് വെച്ച് എന്നെ ആക്ഷേപിക്കുകയല്ലേ, നീ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ? എൻ്റെ സ്റ്റുഡൻസിൻ്റെ മുമ്പേ രാജാവായിട്ട് വലിയ പണ്ഡിതനായിട്ട് എന്നെ വന്നെടുത്തും തലക്കെട്ടും കെട്ടി എന്നെ ആക്രമിച്ചിട്ട് അവൻ സുഖമായിട്ട് പോവുകയാണ്. എടാ പിടിയിടാന്ന് പിടിയിടാന്ന് പിടിക്കല്ലാന്ന് എല്ലാം കൂടെ ചാടി ആദ്യം പിടി ഇങ്ങനെയുണ്ട്. കളിക്കാതെ പിന്നെ അടുത്ത പ്രാവശ്യം കളിക്കാതെ പോകാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകും ഈ കളി, ഇങ്ങനെ പഠിച്ചോണ്ട്. അപ്പം അങ്ങനെയാണ് അറ്റ് അതർ ടൈംസ് വി ഐഡൻറ്റിഫൈ വിത്ത് ആക്ടിവിറ്റീസ് ഇൻ ദ മൈൻഡ്. സിയറായിട്ടിരുന്നാൽ സിയറായിട്ടിരിക്കാം, അല്ല ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയാൽ ഐഡൻറ്റിഫൈഡ് സെൽഫായിട്ടിരിക്കാം. ചോയ്സ് നമ്മുടെ കയ്യിലുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. ഏതെടുത്താലും മറ്റേ കളിക്കുന്ന പറയുന്നത് ഏതെടുത്താലും 10 രൂപ. അപ്പോൾ ഇത് രണ്ടും ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലൈഫ് അങ്ങ് മാറും. അപ്പോൾ ഇദ്ദേഹം ഇത്രയും സ്കീം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഇനി അതുകൂടെ പറഞ്ഞു നിർത്താം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കീമിനകത്ത് ഈ സത്വഗുണത്തിൽ നിന്നാണ് ഈ പറയുന്ന സെൻസ് എല്ലാം ഉണ്ടായത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സത്വഗുണമാണ് നോയിങ്. നോളജ് എന്ന് പറയുന്നത് സത്വഗുണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ സെൻസ് ഓഫ് നോയിങ് എല്ലാം ഉണ്ടായത് സത്വഗുണത്തിൽ. സത്വഗുണം ദേശി കിടപ്പുണ്ടല്ലോ, ആ സത്വഗുണത്തിൽ നിന്ന് ഈ പറയുന്ന സെൻസ് ഓഫ് നോയിങ് എല്ലാം ഉണ്ടായി. ആ സെൻസ് ഓർഗനും അതിൽ നിന്ന് തന്നെ ഉണ്ടായി. സത്വഗുണത്തിന് സത്വഗുണാംശത്തിൽ എലമെൻറ്റിൻ്റെ സത്വഗുണാംശത്തിൽ നിന്ന് സെൻസ് ഓർഗൻസും സെൻസേഷൻസും ഉണ്ടായി, സെൻസുകളുണ്ട്. അപ്പോൾ രജോഗുണത്തിൽ നിന്നുണ്ടായി ചോദിക്കില്ല. അപ്പോൾ അദ്ദേഹം ആലോചിക്കണം രജോഗുണത്തിൽ നിന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി രജോഗുണത്തിൽ നിന്നുണ്ടായി, കാര്യങ്ങളുണ്ടായി. എന്താണ്? അപ്പം ഈ രജോഗുണം ഈതർ എലമെൻ്റ് സൗണ്ടാണല്ലോ. അപ്പം 4 വിളി വിളിച്ചില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല അല്ലേ? ആരോ ഒന്ന് അടിച്ചു കൊല്ലാൻ തുടങ്ങുന്ന അയ്യോ എന്നെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് കിടന്ന് വിളിച്ച ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പം വിളിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായി മൗത്ത്. രജോഗുണത്തിൽ നിന്ന്, അതായത് പാഷൻ ആൻഡ് ആക്ടിവിറ്റി, വിളിക്കുക എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതായത് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ഉണ്ടായത് രജോഗുണത്തിൽ നിന്ന്. ഈതറിൽ അടങ്ങിയിരിക്കുന്ന രജോഗുണാംശത്തിൽ നിന്ന് ഈ സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ഉണ്ടായി. എയറിൽ അടങ്ങിയിരിക്കുന്ന രജോഗുണത്തിൽ നിന്ന് വേറൊരു കാര്യം ഉണ്ടായി, അതായത് എക്സ്പാൻഷൻ മൂവ്മെൻ്റാണ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എക്സ്പാൻഡ് ചെയ്യാനും ഈ ലോകത്തിനെ മുഴുവനും മാറ്റിമറിക്കാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ കൈ. അപ്പോൾ കൈ ഉണ്ടായി. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥാനം. വാക്ക് മൗത്ത്.
അതുണ്ടായത് ഈതറിൽ, പാണി ഉണ്ടായത് എയർ എലമെൻറ്റിൻ്റെ എക്സ്പാൻഡിങ് ആവുക. ഈ ലോകം മുഴുവനും മനുഷ്യൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് കൈവച്ചാണ്. ഇനി അപ്പോൾ പിന്നെ ഈ ഫയറിൽ നിന്നുണ്ടായി. ഫയർ നോക്കുമ്പോഴത്തേക്കും ഈ നടക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായി. കാരണം ഇതിങ്ങനെ ഉരസിയാണ് പോകുന്നത്. നടക്കാമെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ആയിൽ ഒഴിച്ചിട്ടാൽ നമ്മൾ ഒറ്റ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ആ ഫ്രിക്ഷൻ കൊണ്ടാണ് നമുക്ക് ഈ നടപ്പ് സാധ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രിക്ഷൻ കാസസ് ഹീറ്റ് എന്നാണ്. ആ ഹീറ്റാണ് നമ്മുടെ ഫയർ ആയിട്ട് മാറുക. അത് നമുക്ക് ജ്വലിപ്പിച്ചാൽ ഇങ്ങനെ ആക്കിയാൽ മതി. അതുപോലെ നല്ല ചൂടാകും. അപ്പോൾ ആ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ ഈ പ്രകൃതിയായിട്ട് ഡയറക്റ്റ് ഫ്രിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാണ്. ആ ഫ്രിക്ഷനിലാണ് നമ്മൾ മനുഷ്യൻ എണ്ണീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ ഫയർ എലമെൻറ്റിൽ നിന്ന് പാദം ഉണ്ടാകും. പിന്നെ ഈ ജെനിറ്റൽ വാട്ടർ എലമെൻറ്റിൽ നിന്ന് ജെനിറ്റൽ പ്രിൻസിപ്പിളൊക്കെ. പിന്നെ എർത്ത് എലമെൻറ്റിൽ നിന്ന് ഏനസ്, ഈ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റത്തിൽ ഏനസ് ഉണ്ടാകും. ഇത്രയാണ് വർക്ക് ഓർഗൻസ്. ഈ വർക്ക് ഓർഗൻസ് എല്ലാം ഈ രജോഗുണത്തിൽ നിന്നാണ്. അപ്പോൾ സത്വഗുണാംശത്തിൽ നിന്ന് സെൻസുകളും സെൻസ് ഓർഗൻസും ഉണ്ടായി. എലമെൻറ്റിൻ്റെ രജോഗുണാംശത്തിൽ നിന്ന് ഉണ്ടായത് ഈ കർമ്മേന്ദ്രിയങ്ങളായ വാക്ക്, പാണി, പാദം, വായുവിൻ, ഉപസ്ഥം. ക്ലിയറല്ലേ? ഇത്രയും ഉണ്ടായി. ഇനി അപ്പം ഇതിപ്പോൾ എത്ര പ്രിൻസിപ്പിളായി? പിന്നെ ആലോചിച്ചോണം. ആദ്യം 5 പഞ്ചേന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ മറ്റേ മൂക്കും, വായ, നാക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങളുടെ സെൻസേഷൻസ് 5, പിന്നെ ആ ഓർഗൻസ് 5, അപ്പോൾ 10 ആയി. പിന്നെ രജോ ഗുണം എന്ന് പറയുന്നതിൻ്റെ 5 വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം, അപ്പോൾ 15. പിന്നെ പ്രാണൻ, ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് 5 പ്രാണനും ആവശ്യമായി. അതാണ് പ്രാണാപാന സമാന ഉദാഹരണം. ഈ പ്രവർത്തിയെടുക്കാൻ ശരീരത്തിൻ്റെ ഈ ഓർഗൻസിനെ പ്രവർത്തിക്കാനായിട്ട് 5 പ്രാണനം. അപ്പോൾ 20. അപ്പോൾ തീർന്നു, എല്ലാം ആയി, ഏതാണ്ടായി. പിന്നെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്, അങ്ങനെ 24 പ്ലസ് പുരുഷൻ 4. ഇങ്ങനെ 25 പ്രിൻസിപ്പിൾസ് ഉണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഉൽപ്പത്തിയാക്കിയത് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു, ഇപ്പം ത്വക്കിന് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ആയുർവേദം അങ്ങനെയാവും. ത്വക്കിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കാണും എയർ എലമെൻറ്റിൻ്റെ ആണ് വാദം എന്ന പ്രശ്നമാണ്. വാദം വെച്ചാൽ ഈതർ വേറും കൂടെ ചേർന്ന കോമ്പിനേഷനകത്ത് കറക്റ്റായിട്ടുള്ള ബാലൻസും പ്രൊപ്പോർഷനും തെറ്റി കിടക്കുന്നതുകൊണ്ടാണ് ത്വക്കിന് പ്രശ്നം. അപ്പോൾ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഹെർബ്സൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് പോലെ ചെയ്ത് കറക്റ്റ് ചെയ്യാം. എങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ യോഗ അതുമായിട്ട് ആയുർവേദത്തിൻ്റെയും കൂടെ പാർട്ടായിട്ട്, ആയുർവേദ ചികിത്സയുടെ പാർട്ടായിരുന്നത് യോഗ. ഇപ്പം അത് അങ്ങനെയല്ല, ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരുന്ന എന്ത് കാര്യത്തിനെയും ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഈ ശാസ്ത്രത്തിൻ്റെ ബേസ് നിന്നാൽ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് അസുഖം വേറെ ഒരു ഓർഗനിൻ്റെ അസുഖം വരും, വായിൽ തന്നെ ഒരു പ്രശ്നം. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ശാസ്ത്രം നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, വാ എന്ന് പറയുന്നത് ഏതിൻ്റെ വർക്ക് ഓർഗനാണ്? സൗണ്ട് പ്രൊഡ്യൂസർ, ഈതറിൻ്റെ വർക്ക്. അപ്പോൾ ഈതറിൻ്റെ വർക്ക് ഓർഗൻ എന്ന് പറയുമ്പോൾ വായിക്കാത്തൊരു പ്രശ്നം വന്നിരിക്കും, പ്ലിസ്ട്രാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഈതർ എലമെൻറ്റിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അത് ഈതറിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ പിന്നെ ഉണ്ട്.
ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഈതറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈതർ എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ടിനകത്ത് ചക്ര സിസ്റ്റത്തിനകത്ത്, യോഗിക് ചക്ര സിസ്റ്റത്തിനകത്ത്, അതായത് കുണ്ടലിനി യോഗത്തിനകത്ത് ത്രോട്ടാണ് ഇതിൻ്റെ ത്രോട്ട് ഏറിയിരിക്കുന്ന ചക്രമാണ്. അതായത് വിശുദ്ധ ചക്രമാണ്. അപ്പോൾ ആ വിശുദ്ധ ചക്രത്തിനെ നമ്മുടെ കറക്ഷൻ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് തുടക്കത്തിലാണെങ്കിൽ മരുന്നൊന്നും വേണ്ട, ഇങ്ങനെ വേറെ എക്സ്ട്രാ സാധനമൊന്നും ഇടാതെ ഇങ്ങനെ കറക്റ്റ് ചെയ്യും. ഇനി കൈക്കാണെന്തെങ്കിലും പ്രശ്നം പറ്റിയിരിക്കുന്നു. അപ്പോൾ കൈയെന്ന് വെച്ചാൽ ഈ ഹാർട്ട് സെൻറ്ററിൻ്റെ കീഴിൽ വരുന്നതാണ് എയറാണ് എലമെൻറ്റ്. അപ്പോൾ ഈ എയർ എലമെൻറ്റിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഇനി സെൻസുകളെ കുറിച്ച് നമുക്കിപ്പോൾ കണ്ണ് ഫോർ എക്സാമ്പിൾ ഫയർ എലമെൻറ്റിൻ്റെ. അപ്പോൾ കണ്ണിനകത്ത് ആക്സിഡൻ്റൽ ആക്ച്വലി അസുഖമാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് വേറെ ശാസ്ത്രം. ഇതെല്ലാം പറഞ്ഞിട്ട് അസുഖം പോയി മരുന്ന് അത് ചെയ്യല്ലോ. എല്ലാം ആശുപത്രിക്കുന്ന മതി പോകേണ്ട ആവശ്യമല്ലോ. എന്നാലും തൂക്കി എടുത്ത ആരെങ്കിലും പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ഓടിയൊക്കെ പോകും. 2 ദിവസം കൂടെ കിട്ടിയ അത്രയാണ്. ഉറച്ചു കഴിഞ്ഞാൽ 2 ദിവസം ഒന്നും വേണ്ട. ഇപ്പോഴെങ്ങും പോകാൻ വേദന വരുമ്പോൾ പിന്നെ വല്ല മെയിൻ കിട്ടിയ കൊള്ളാം. അപ്പം ഇങ്ങനെ ഇപ്പോൾ കണ്ണെന്ന് പറഞ്ഞത് ആക്സിഡൻ്റ് അല്ലേ നമ്മൾ കണ്ണിൻ്റെ ഒരു എലിമെൻ്റ് പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം വരുന്നത് ഫയർ എലമെൻറ്റിലാണ്. വിഷൻ ഫയർ എലമെൻറ്റാണ്. ഫയർ എലമെൻറ്റിൽ ഇംബാലൻസ്. ഫയർ എന്ന് പറയുന്നത് നേവൽ സെൻറ്ററിലാണ് അതിൻ്റെ എലമെൻ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പം അത് നമ്മൾ ഡൈജസ്റ്റീവ് സംഗതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഇരിക്കുന്നത്. അവിടുത്തെ ഫയറിൻ്റെ റെഗുലേഷൻ ചെയ്തതാണ് ഫയർ വിഷൻ. കണ്ണിൽ അങ്ങനെയാണ്. ഇങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ. ഈ യോഗിക് ഹീലിങ്ങിൽ ഇങ്ങനെ അത് കാണും. ഉടനെ അത് കാണും. അതിൻ്റെ റൂട്ട് ഇന്നടക്കുന്നുണ്ടാവാം. പിന്നെ വാട്ടർ എലമെൻ്റാണ്. ജനിറ്റൽ ഏരിയയിലെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പം സ്ത്രീകൾക്കുള്ള ഈ പീരിയഡൊക്കെ തെറ്റിപ്പോവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാട്ടർ എലമെൻറ്റിലാണ് അതിൻ്റെ റൂട്ടുകളൊക്കെ. അപ്പോൾ വാട്ടർ എലമെൻറ്റ് റെഗുലേറ്റ് ചെയ്യാൻ യോഗയിലുള്ള എക്സസൈസും മറ്റു കാര്യങ്ങളുമൊക്കെ റെഗുലേഷൻ, എക്സസൈസ്, ഫുഡ് കറക്ഷൻ അങ്ങനെയൊക്കെ. പിന്നെ എർത്ത് എലമെൻറ്റ് ഇപ്പോൾ ഏനസാണ് അതിൻ്റെ വർക്കൗട്ട്. അപ്പോൾ ഹെമറോയിഡ്, വിസ്തുല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ആളുകൾ കേട്ടോ. അപ്പോൾ അത് എർത്ത് എലമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ കറക്ഷൻസ് അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഇതിനെല്ലാം ആപ്ലിക്കേഷൻ കിടക്കും. അതുകൊണ്ടാണ് സാഹിത്യ ആയുർവേദത്തിൻ്റെ റൂട്ടായിക്കുന്നത്. റെക്കഗ്നീഷനും ഒക്കെ അസുഖം തന്നെ മനസ്സിലാക്കുന്നതും വാദത്തിനെക്കാളും പിടിച്ചിട്ടാണ്. വാദം എന്ന് പറഞ്ഞാൽ ഈ തരം ഏറെക്കൂടുള്ള കോമ്പിനേഷൻ പിത്തം ഫയറും കഫം എന്ന് പറയുന്നത് വാട്ടറും നിർത്തുമ്പോഴുള്ള കോമ്പിനേഷൻ. അത് പിടിച്ച് നോക്കിയിട്ട് അവർക്ക് മനസ്സിലായി ഇന്നടത്താണ് ഈ പ്രശ്നം. ആയുർവേദത്തിൽ അങ്ങനെയല്ലേ പണ്ട് റെക്കഗ്നൈസ് ചെയ്തു. ഇതാണ് സാഹിത്യ പ്രാക്ടിക്കൽ, ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള ഒരു സംഭവം. അതുകൊണ്ടാണ് സാഖ്യ ശരിയാണെന്ന് അങ്ങെടുക്കുന്നത്. എന്നുവെച്ചാൽ ഇത് വർക്ക് ചെയ്യുകയാണ്. ഈ പറഞ്ഞ സാധനം പ്രാക്ടിക്കലി വർക്ക് ചെയ്യാം. അല്ലാതെ നമ്മൾ നോക്കി പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇത് എന്തുകൊണ്ട് സാങ്കേതിക ഇങ്ങനെയൊക്കെ പറയാൻ ചുമ്മാ പറയണമല്ലേ എന്ന് പറഞ്ഞാൽ പറയുന്നതാണ്. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഇന്നത്തേക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് നോക്കി പറയാം. അപ്പോൾ സാഖ്യ രണ്ടാമത്തെ ദിവസമാണ് സാഖ്യ പറഞ്ഞത്. ഏതാണ്ട് കുറച്ചുകൂടെ ക്ലിയറായിരിക്കും. എന്താ അജിത് എന്താ പറയുക? കുറച്ചുകൂടെ ക്ലിയറായി. അപ്പൊ ഈ രണ്ട്